ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഫുഡ് ടെക്നോളജി എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സിന്തറ്റിക് ഡൈ മൗ വാസ് ഡിസ്കവേർഡ് ബൈ സർ വില്യം ഹെൻറി ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷത്തിലാണ് ഫസ്റ്റ് സിന്തറ്റിക് ഡൈ ആയ മൗ ഡിസ്കവർ ചെയ്തത്? ആരാണ് ഡിസ്കവർ ചെയ്തത്? സർ വില്യം ഹെൻറി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഫസ്റ്റ് സിന്തറ്റിക് ഡൈ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗ. അതല്ല എന്നാണ് ഫസ്റ്റ് സിന്തറ്റിക് ഡൈ ഡിസ്കവർ ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ വില്യം ഹെൻറി. ഇനി ഫസ്റ്റ് സിന്തറ്റിക് ഡൈ ഡിസ്കവർ ചെയ്ത ഇയർ ചോദിക്കുകയാണെങ്കിൽ 1856. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഷെൽസ് ഓഫ് ഡ്രൈഡ് ഫീമെയിൽ ഇൻസെക്ട് ഈസ് ദ മെയിൻ പിഗ്മെൻറ്റ് ഇൻ കാമിൻ. ഏതാണ്? കാമിനിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഡ്രൈഡ് ഫീമെയിൽ ഇൻസെക്റ്റിൽ നിന്ന് അതിൻ്റെ ഷെല്ലുകളിൽ നിന്ന് ഡിറൈവ് ചെയ്ത അതിൻ്റെ മെയിൻ പിഗ്മെൻ്റ് ഏതാണ്? കാമിനാണ്. അതേതായിരുന്നു? കാമിനിക് ആസിഡാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ കെമിസ്ട്രി ഓഫ് ഫുഡ്സ്, ദെയർ ഡിറ്റീറിയറേഷൻ ആൻഡ് ദ പ്രിൻസിപ്പിൾസ് അണ്ടർലൈയിങ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഫുഡ്സ് ഫോർ കൺസ്യൂമിങ്. അതായത് സ്റ്റഡി ഓഫ് കെമിസ്ട്രി ഓഫ് ഫുഡ്സ്, ഫുഡിൻ്റെ കെമിസ്ട്രി, അതിൻ്റെ അത് നശിക്കുന്നത്, പിന്നെ ഫുഡ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതെല്ലാം പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. എ പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു റെഗുലേറ്റ് ഇറ്റ്സ് ഇൻ്റർവെൽ എൻവയോൺമെൻറ്റ് ടു മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ കോൺസ്റ്റൻറ്റ് കണ്ടീഷൻ ത്രൂ വേരിയസ് മെക്കാനിസം. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി, എന്തിനുള്ള പ്രോപ്പർട്ടി? ടു റെഗുലേറ്റ് ഇറ്റ്സ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളതും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുക. എങ്ങനെ? ത്രൂ വേരിയസ് മെക്കാനിസം, പലതരത്തിലുള്ള മെക്കാനിസം വഴി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ റെഗുലേറ്റ് ചെയ്യാനും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതും കോൺസ്റ്റൻറ്റ് കണ്ടീഷനിൽ എത്താനായിട്ടുള്ള ഈ ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രോപ്പർട്ടീനെ പറയുന്നതാണ് എന്ത്? ഹോമോസ്റ്റാറ്റിസ്. ഓക്കെ, ഹോമോസ്റ്റാറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ മീറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡാഷ്. മീറ്റിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഏകദേശം എത്രയാണ്? 65% ആണ്. ലാർജ് എമൗണ്ട് ഓഫ് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ക്യാൻ കോസ് ഡാഷ്. വളരെ കൂടിയ അളവിലുള്ള കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തിന് കാരണമാവും? കോൺസ്റ്റിപ്പേഷന് കാരണമാവും അല്ലേ, മലബന്ധത്തിന് കാരണമാവും. This vitamin consists of 3 biologically active molecules, ketone, aldehyde and retinoic acid. ഏതാണ്? ഏത് വിറ്റമിനിലാണ് 3 ബയോളജിക്കലി ആക്റ്റീവ് മോളിക്യൂൾസ് ആയ കീറ്റോണും ആൽഡിഹൈഡും റെറ്റിനോയിക് ആസിഡും ഉള്ളത്? വൈറ്റമിൻ എയിലാണ്. അപ്പോൾ വേറെ തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കാം? വൈറ്റമിൻ എയിൽ അടങ്ങിയിരിക്കുന്ന ബയോളജിക്കലി ആക്റ്റീവ് മോളിക്യൂൾസ് ഏതാണെന്നുള്ള ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ കീറ്റോൺ, ആൽഡിഹൈഡ് ആൻഡ് റെറ്റിനോയിക് ആസിഡ് എന്ന്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് പരമാവധി അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് ചിന്തിച്ചിട്ട് പഠിച്ചിട്ട് പോവുക. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ ചിലപ്പോൾ അവർ മാറ്റിമറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ പരമാവധി നല്ല രീതിയിൽ പഠിച്ചു പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെറോഫ്താൽമിയ is the abnormal dryness of the conjunctiva and cornea of the eye with inflammation and ridge formation typically associated with vitamin dash. സെറോതാൽമിയ എന്നുള്ളതൊരു അബ്നോർമൽ ഡ്രൈനെസ് ആണ്. എവിടെ? കൺജങ്ക്റ്റീവയിലും അതുപോലെ തന്നെ ഐയിലെ കോർണിയയിലും വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ റിഡ്ജ് ഫോം ചെയ്യും. അത് ഏത് വിറ്റമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ്? വൈറ്റമിൻ എ ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിംറ്റംസ് ഓഫ് സ്കർവി ഇൻക്ലൂഡ് ബ്ലീഡിംഗ് ആൻഡ് ബ്രൂയിസിങ് ഈസിലി, ഹെയർ ആൻഡ് ടൂത്ത് ലോസ്, ജോയിൻറ്റ് പെയിൻ ആൻഡ് ഡാഷ്. സ്കർവിയുടെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു? ബ്ലീഡിങ് ഉണ്ടാവും, ബ്രൂയിസിങ് ഉണ്ടാവും, ഹെയർ ടൂത്ത് ലോസ് ഉണ്ടാവും, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും, പിന്നെ വരുന്നതാണ് സ്വെല്ലിങ്, അതായത് നീര് വരും. ഓക്കെ, നെക്സ്റ്റ്. സിംറ്റംസ് മേ ഇൻക്ലൂഡ് numbness, muscle spasms, confusion and cardiac arrest is called dash. നംബ്നെസ് വരിക, മസിൽ സ്പ്രെയിൻസ് വരിക, കൺഫ്യൂഷൻസ് ഉണ്ടാവുക, കാർഡിയാക് അറസ്റ്റ്, അതൊക്കെ എന്തിൻ്റെ സിംറ്റമാണ്? ഹൈപ്പോ കാൽസീമിയയുടെ സിംറ്റംസ് ആണ്. 11th ക്വസ്റ്റ്യൻ. The main function is transport of vitamin A, sense of taste, wound healing, muscle contraction,
ഇമ്മ്യൂൺ ഹെൽത്ത് എന്തായിരുന്നു? അത് സിങ്കിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് അല്ലേ. സിങ്കാണ് വൈറ്റമിൻ എനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് ടേസ്റ്റിൻ്റെ സെൻസ് തരുന്നതും വൂണ്ട് ഹീൽ ചെയ്യാനും മസിൽസ് കോൺട്രാക്ട് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വസ്തുവാണ് എന്ത്? സിങ്ക്. അപ്പോൾ സിങ്കിൻ്റെ ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ള രീതിയിലും പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the toxicity of sulfur causes no toxic effects at doses under dash. ഏതാണ്? 4 gram per kilogram body weight. Toxicity of sulfur causes no toxic effect at doses under എത്ര ഡോസിന് താഴെയാണ് അതിൻ്റെ ടോക്സിക് എഫക്റ്റ് ഇല്ലാണ്ട് വരുന്നത്? 4 gram per kilogram ബോഡി വെയ്റ്റിലാണ്. അടുത്തത് ഡയബറ്റീസ്, ഇൻസുലിൻ സർക്കുലേഷൻ, ഫാറ്റ് മെറ്റബോളിസം ഈസ് കോസ്ഡ് ബൈ ദ ടോക്സിസിറ്റി ഓഫ് ഡാഷ്. ഡയബറ്റീസും ഇൻസുലിൻ സർക്കുലേഷനും ഫാറ്റ് മെറ്റബോളിസം ഒക്കെ അതിനൊക്കെ കാരണമാവുന്നത് എന്തിൻ്റെ ടോക്സിസിറ്റി കാരണമാണ്? ക്രോമിയത്തിൻ്റെ. നെക്സ്റ്റ്, ദ ഡിസീസ് ഓഫ് ലെയിംനെസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡാഷ്. ഡിസീസ് ഓഫ് ലെയിംനെസ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ബെറിബെറി. ഈ ഡെഫിഷ്യൻസി ഡിസീസസ് പ്രത്യേകം നോക്കി പോവുക. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ, സിംറ്റംസ് ഓഫ് ഡ്രൈ ബെറിബെറി ആർ ഡാഷ്. ഡ്രൈ ബെറിബെറിയുടെ സിംറ്റംസ് എന്താണെന്ന്? ഫീറ്റ് ആൻഡ് ഹാൻഡ് സെൻസേഷൻ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ടിംഗ്ലിംഗ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും. അപ്പോൾ ഓൾ അതർ ഓപ്ഷനാണ്, ഓൾ ഓഫ് ദ ഓപ്ഷൻസ് ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അടുത്തത്, ജാം ആൻഡ് മാർമലേഡ് ഹാവ് ദ വാട്ടർ ആക്ടിവിറ്റി ഓഫ് ഡാഷ്. 0.80 to 0.87 വരെ വാട്ടർ ആക്ടിവിറ്റി ആണ് ജാമിനൊക്കെ ഉണ്ടാവുന്നത്. ഈസ്റ്റ്, മീറ്റ്, പോൾട്രി, ഫിഷ്, സിറൽസ്, ലെഗ്യൂംസ്, മിൽക്ക്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, കോഫി, ടീ ആർ ദ സോഴ്സസ് ഓഫ് വൈറ്റമിൻ ഡാഷ്. ഈസ്റ്റും മീറ്റും പോൾട്രി, ഫിഷ്, സിറൽസ്, ലെഗ്യൂംസ്, മിൽക്ക്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, കോഫി, ടീ, ഇതൊക്കെ ഏത് വിറ്റമിൻ്റെ സോഴ്സാണ്? വൈറ്റമിൻ B3ൻ്റെ ഉറവിടങ്ങളാണ്. ദ സോഴ്സസ് ഓഫ് വൈറ്റമിൻ സി ആർ ഡാഷ്. വൈറ്റമിൻ സി കിട്ടുന്നത് സിട്രസ് ഫാമിലി അല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ മൂസമ്പി, അങ്ങനെ ഓറഞ്ച്, അങ്ങനെ സിട്രസ് ഫാമിലിയുള്ള ഫ്രൂട്ട്സ് നോക്കിയും പിന്നെ സ്ട്രോബെറീസിനും പൊട്ടറ്റോസിനൊക്കെ എന്ത് കിട്ടും? നമുക്ക് വൈറ്റമിൻ സി കിട്ടും. അപ്പോൾ വൈറ്റമിൻ സിയുടെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിലെ എല്ലാ ഓപ്ഷൻസും, ഓൾ ഓഫ് ദ എബവ്. നെക്സ്റ്റ്, ആസിഡ് ബേസ് ഫ്ലൂയിഡ് ബാലൻസ്, സ്റ്റൊമക് ഡൈജഷൻ ആർ ദ ഫങ്ഷൻസ് ഓഫ് ഡാഷ്. ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്തുന്നതും സ്റ്റൊമക്കിൽ ഡൈജഷൻ ഒക്കെ കറക്റ്റ് ആക്കുന്നതൊക്കെ എന്തിൻ്റെ ഫങ്ഷനാണ്? ക്ലോറൈഡ്സിൻ്റെ. അടുത്തത്, ക്യാൻസർ, ഹാർട്ട് ഡിസീസ് ആൻഡ് ലിവർ ഡാമേജ് ആർ കോസ് ഡ്യൂ ടു ദ എക്സസ് യൂസ് ഓഫ് ഡാഷ്. ക്യാൻസറും ഹാർട്ട് ഡിസീസും ലിവർ ഡാമേജിനൊക്കെ കാരണമാകുന്നത് എന്തിൻ്റെ ഉപയോഗം കൂടുമ്പോഴാണ്? അയേണിൻ്റെ ഉപയോഗം കൂടുമ്പോൾ. നെക്സ്റ്റ്, ടൂത്ത് ആൻഡ് ബോൺ ഗ്രോത്ത്, ഐ മെയിൻ്റനൻസ്, ഇമ്മ്യൂണിറ്റി, മ്യൂക്കസ് മെംബ്രെയിൻസ് ആൻഡ് സ്കിൻ ടിഷ്യൂസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഡാഷ്. അതായത് പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ച, കണ്ണിൻ്റെ സുസ്ഥിരത, പിന്നെ ഇമ്മ്യൂണിറ്റി, മ്യൂക്കസ് മെംബ്രെയിൻസ് കറക്റ്റായിട്ട് നിൽക്കുക, സ്കിൻ ടിഷ്യൂസ് നല്ല രീതിയിലുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഏതിൻ്റെ ഫങ്ഷനാണ്? വൈറ്റമിൻ എൻ്റെ ഫങ്ഷനാണ്. ലേക്സ് ആൻഡ് ഡൈസ് ആർ ഡാഷ്. ഇൻസോളിബിൾ ആൻഡ് സോളിബിൾ ആണ് എന്ത്? ലേക്സ് ആൻഡ് ഡൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രേക്ക്ഫാസ്റ്റ് cereals, snack foods and powdered food have the water activity of dash. എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് cerealsലും സ്നാക്ക് ഫുഡ്സിലും പൗഡേർഡ് ഫുഡ്സിലൊക്കെ വാട്ടർ ആക്ടിവിറ്റി എപ്പോഴും 0.65 കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഹൈ ഡോസസ് മേ ലീഡ് ടു ഡയറിയ ആർ ദ മെയിൻ റീസൺ ഫോർ ദ ടോക്സിസിറ്റി ഓഫ് ഡാഷ്. ഹൈ ഡോസസ് എന്തിൻ്റെ ഹൈ ഡോസസ് ആണ്? മാഗ്നീഷ്യം ഹൈ ഡോസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറിയയ്ക്ക് കാരണമാവും. ഓക്കെ, അപ്പോൾ എന്താണ് അത്? മാഗ്നീഷ്യത്തിൻ്റെ ടോക്സിസിറ്റി കാരണമാണ് സംഭവിക്കുന്നത്. വിച്ച് വൺ ഈസ് നോട്ട് എ മാക്രോ മോളിക്യൂൾ ഗ്രൂപ്പ് ഓഫ് ഫുഡ്. മാക്രോ മോളിക്യൂൾ ഗ്രൂപ്പ് ഫുഡിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വാട്ടർ, ഇത് അല്ല. അപ്പോൾ ഈ നോട്ട് എന്ന് വരുമ്പോൾ പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പം തന്നെ പാനുകൊണ്ട് ആ നോട്ട് എന്നുള്ളത് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിക്കവർക്കും കാണുമ്പോഴേക്കും ഉത്തരം ഫസ്റ്റ് വൺ കാണുമ്പോഴേക്കും കാർബോഹൈഡ്രേറ്റ്, അപ്പോൾ ഓപ്ഷൻ എ അങ്ങോട്ട് ബബിൾ ചെയ്യും. ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും ഓരോ മാർക്കും നമുക്ക്
വിലപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ആ നോട്ടൊക്കെ കാണുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം പരമാവധി തെറ്റാതെ സഹായിക്കും അത്. ഓക്കെ, അപ്പോൾ ഇതിൽ പെടാത്തത് മാക്രോമോളിക്യൂൾ പെടാത്തതാണ് ഏതാണ്, എമൽസിഫയർ ആണ്. നെക്സ്റ്റ്, ഹൈഡ്രോഫോബിസിറ്റി ഓഫ് ലിപ്പിഡ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഇതാണ് ഹൈഡ്രോഫോബിസിറ്റി ഓഫ് ലിപ്പിഡ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അയോണിക് കോമ്പൗണ്ട്സ്, അയോണിക് സംയുക്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, ഹൈഡ്രോഫോബിസിറ്റി. അടുത്തത്, ഒലീവ് ഓയിൽ ഈസ് റിച്ച് ഇൻ ഡാഷ്. ഒലീവ് ഓയിൽ എന്ത് റിച്ച് ആണ്, ഒലിക് ആസിഡ് ആണ് ഒലീവ് ഓയിൽ ഉള്ളത്. അടുത്തത്, വിച്ച് വൺ പ്രോപ്പർട്ടി ഈസ് നോട്ട് ഡയറക്ട്ലി അസോസിയേറ്റഡ് ടു കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് റോ ഫുഡ്. ഏത് പ്രോപ്പർട്ടിയാണ് നോട്ട് ഡയറക്ട്ലി, അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്താണ് ആ നോട്ട് എന്നുള്ളത് പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നോട്ട് ഡയറക്ട്ലി അസോസിയേറ്റഡ് ടു കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് റോ ഫുഡ്. റോ ഫുഡിൻ്റെ കെമിക്കൽ കോമ്പോസിഷനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് നോട്ട്. ഓക്കെ, അത് ഏത് പ്രോപ്പർട്ടി ആണെന്നാണ് ചോദിക്കുന്നത്. ന്യൂട്രീഷണൽ പ്രൊഫൈൽ ഓഫ് പ്രൊഡക്റ്റ് അല്ല, പിന്നെ പ്രോസസ്സിംഗ് ടെക്നിക് സെലക്റ്റഡ് ഫോർ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് അല്ല. അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ്, സേഫ്റ്റി ആസ്പെക്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ആണ്. നെക്സ്റ്റ്, EPH ആൻഡ് DHA ടൈപ്സ് ആർ ലിപ്പിഡ്സ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ഡാഷ്. EPHും DHA ടൈപ്പ് ലിപ്പിഡ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫ്രൂട്ട് പൾപ്പിലോ ആനിമൽസിലോ സീഡ്സിലോ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത് ഫിഷിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഹാസ് നോട്ട് എ ഗ്ലിസറോൾ യൂണിറ്റ് ആസ് ഡാഷ്. ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ട്രൈ ഗ്ലിസറൈഡ്സ്, ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ്, പിന്നെ ഏതാണ് സ്വിംഗോ ലിപ്പിഡ്സ്, ഓൾ ഓഫ് ദം. അപ്പോൾ അതിൽ പെടാത്തത് ഏതാണ്, സ്വിംഗോ ലിപ്പിഡ്സ് ആണ് അല്ലേ. വിച്ച് വൺ ഹാസ് നാരോ, അപ്പോൾ അതിലും എന്താണ് നോട്ട് എന്നുള്ളത്. വിച്ച് വൺ വാസ് നോട്ട് എ ഗ്ലിസറോൾ യൂണിറ്റ് എന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ അത് ഏതായിരുന്നു, നോട്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും അല്ലേ. ബാക്കിയുള്ളത് എടുത്ത് എഴുതാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് നോട്ട് എന്ന് പറയുമ്പോൾ അതിൽ പെടാത്തത് ഏതാണ്, സ്പിംഗോ ലിപ്പിഡാണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഹാസ് നാരോ റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിൻറ്റ്. വളരെ ചെറിയ റേഞ്ച് മെൽറ്റിംഗ് പോയിൻറ്റ് ഉള്ളത് ഏതിനാണ്, വെജിറ്റബിൾ ബട്ടറിനാണ്. മിൽക്ക് ഫാറ്റും ആനിമൽ ഫാറ്റും മെറൈൻ സോഴ്സസ് ഫാറ്റിനെക്കാട്ടും നാരോ റേഞ്ച് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് വെജിറ്റബിൾ ബട്ടറിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് ഡാഷ്. ബിഗ്ഗസ്റ്റ് പാർട്ട്, ശരീരത്തിൻ്റെ ബിഗ്ഗസ്റ്റ് പാർട്ട് കമ്പോസ് ചെയ്തേക്കണ് പ്രോട്ടീന്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഇതൊന്നുമല്ല. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ് ആൻസർ. അമിനോ ആസിഡ്സ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഈച്ച് അതർ ബൈ ദ ഡാഷ്. അമിനോ ആസിഡുകളെ നമുക്ക് മറ്റുള്ളതിൽ നിന്നും തിരിച്ചറിയാനായിട്ട് എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് 6 ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കതിനെ വേർതിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. വിച്ച് വൺ ഓഫ് ദം ഡു നോട്ട് ബിലോങ് ടു ദ സെയിം കാറ്റഗറി. ഡു നോട്ട് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, ഡു നോട്ട്. ഓക്കെ, ഏതാണ്, ഗ്ലൂക്കോസും സ്റ്റാർച്ചാണോ, നൈട്രജനും പ്രോട്ടീനും ആണോ, ഫാറ്റി ആസിഡും ലിപ്പിഡും ആണോ, അതോ അമിനോ ആസിഡും കാർബോഹൈഡ്രേറ്റ്സ് ആണോ. സെയിം കാറ്റഗറിയിൽ പെടാത്തത് ഏതാണ്, അമിനോ ആസിഡും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഗ്ലൂക്കോസും സ്റ്റാർച്ചും സെയിം കാറ്റഗറിയാണ്, നൈട്രജനും പ്രോട്ടീൻസും സെയിം കാറ്റഗറിയാണ്, ഫാറ്റി ആസിഡ്സും ലിപ്പിഡ്സും സെയിം കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ പെടാത്തത് അമിനോ ആസിഡ്സും കാർബോഹൈഡ്രേറ്റ്സും ആണ്. നെക്സ്റ്റ്, സ്ട്രോങ്ങസ്റ്റ് ബോണ്ടിങ് ടൈപ്പ് ഇൻ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ ഈസ് ഡാഷ്. ഹൈഡ്രജൻ ബോണ്ടാണ് സ്ട്രോങ്ങസ്റ്റ് ബോണ്ടിങ് ടൈപ്പ് ഏതിൽ, ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിൽ. നെക്സ്റ്റ് വൺ, കോഷർ ഈസ് ദ ഫുഡ് അലൗഡ് ഫോർ ഡാഷ്. ജ്യൂസിന് അലൗ ചെയ്തിരിക്കുന്ന ഫുഡാണ് കോഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ടൈപ്പ് ഓഫ് എമൽസിഫയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡാഷ്. എന്താണ് പ്രോപ്പർട്ടീസും ടൈപ്പ് ഓഫ് എമൽസിഫയറും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഗ്ലിസറോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഐസ്ക്രീം ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ്. ഐസ്ക്രീം എന്താണ്, OW എമൽഷന് പെട്ടതാണ് ഇത് ഐസ്ക്രീം. നെക്സ്റ്റ്, മോണോഗ്ലിസറൈഡ്സ് പ്ലേ ദ റോൾ ഓഫ് എമൽസിഫയർ ഇൻ ഡാഷ്. മോണോഗ്ലിസറൈഡ്സ് എമൽസിഫയറിൻ്റെ റോൾ എടുക്കുന്നത് ഏതിലാണ്, ലിപ്പിഡ്സിലാണ്. നെക്സ്റ്റ്, ക്രിസ്റ്റലൈസേഷൻ ക്യാൻ ബി അവോയ്ഡഡ് ബൈ എമൽസിഫയർ ഇൻ ഡാഷ്. നമുക്ക് ക്രിസ്റ്റലൈസേഷൻ ഒഴിവാക്കാനായിട്ട് ഏതാണ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസിലാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്തത്,
ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എമൽസിഫയറിൽ ഏതിലാണ്? ഫാറ്റ്സിലും ഓയിൽസിലുമാണ്. നെക്സ്റ്റ്, മോസ്റ്റ് വിസിബിൾ എക്സാമ്പിൾ ഓഫ് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ഈസ് ഡാഷ്. മോസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടാവുന്ന ഒരു എക്സാമ്പിൾ ഏത്? പ്രോട്ടീൻ ഡീനാച്ചുറേഷന് ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് എഗ്ഗ്. വിച്ച് വൺ ഈസ് നോട്ട് ആൻ എഫക്റ്റ് ഓഫ് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ? ഓക്കെ, അപ്പോൾ ആ നോട്ട് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഏതാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ടോക്സിൻസ് അല്ല, അല്ലേ? ഇംപ്രൂവ്ഡ് ഡൈജസ്റ്റിബിലിറ്റി അല്ല, ലോസ് ഓഫ് ബയോളജിക്കൽ ആക്ടിവിറ്റി അല്ല. അപ്പോൾ അതിൽ പെടാത്തത് ഏതാണ്? ചേഞ്ച് ഇൻ അമിനോ ആസിഡ്സ് സീക്വൻസ് ആണ്. നെക്സ്റ്റ്, ദ എക്സാമ്പിൾ ഓഫ് ഡ്രോപ്ലെറ്റ് ഓഫ് എമൽസിഫൈഡ് വാട്ടർ ഈസ് ഡാഷ്. എന്താണ് എക്സാമ്പിൾ ഓഫ് ഡ്രോപ്ലെറ്റ് ഓഫ് എമൽസിഫൈഡ് വാട്ടറിൻ്റെ എക്സാമ്പിളാണ് ബട്ടർ. വാട്ടർ ഫ്രീസസ് അറ്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് ആണ് പറഞ്ഞേക്കണേ, സെൽഷ്യസ് അല്ല. ഓക്കെ, വാട്ടർ ഫ്രീസ് ചെയ്യുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അപ്പോൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ആൻഡ് ബോയിൽസ് അറ്റ്, ബോയിൽ ചെയ്യുന്നത് സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണെന്ന്. പക്ഷെ ഇത് ഫാരൻഹീറ്റ് ആയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് അത് എന്താണ് വാട്ടർ ബോയിൽ ചെയ്യുന്നത്. വാട്ടർ ഫ്രീസ് ആവുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോറോഫിൽ എക്സ്ട്രാക്ട്സ് ആർ നോട്ട് പെർമിറ്റഡ് ഫോർ യൂസ് ആസ് ഫുഡ് കളറൻറ്റ് ഇൻ വിച്ച് കൺട്രി? ഏത് കൺട്രിയിലാണ് ക്ലോറോഫിൽ എക്സ്ട്രാക്റ്റ് പെർമിറ്റ് ചെയ്യാത്തത്? നോട്ട് പെർമിറ്റഡ്. അപ്പം അത് മാർക്ക് ചെയ്യാം. ഏതിലാണ് പെർമിറ്റ് ചെയ്യാത്തത്? USA ഓക്കെ. Next question, severe vitamin D deficiency has serious consequences for bone health and increase the risk of which disease? Severe ആയിട്ടുള്ള vitamin D deficiency അതിന് സീരിയസ് കോൺസിക്വൻസസ് എന്താണ്? ബോൺ ഹെൽത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണു. അതുപോലെ തന്നെ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് വിച്ച് ഡിസീസ്, ഏത് ഡിസീസ് ഉണ്ടാവാനുള്ള റിസ്ക് ആണ് അത് കൂട്ടുന്നതെന്ന്. ഏതാണ്? ഓസ്റ്റിയോപ്രോസിസ് കൂട്ടാനുള്ള ഇതിന് കാരണമാവുന്നുണ്ട്, അല്ലേ? സിവിയർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം എന്താണ്? ബോൺ ഹെൽത്തിനെ അത് വളരെയധികം ബാധിക്കും. അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ്, സിംറ്റംസ് ഓഫ് സ്കർവി ഇൻക്ലൂഡ് ഡാഷ്. സ്കർവിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? ബ്ലീഡിങ്ങും ബ്രൂയിസിങ്ങും, അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, പിന്നെ ഹെയർ ആൻഡ് ടൂത്ത് ലോസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അതിൽ പെടുന്നത് എല്ലാമാണ്, അല്ലേ? ഓൾ. ഓക്കെ, അപ്പോൾ ഈ ഡെഫിഷ്യൻസി ഡിസീസസ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ഓഫ് ഓൾ ദ വൈറ്റമിൻസ്. ഏതാണ് ഏറ്റവും വലുതും കോംപ്ലക്സ് ആയിട്ടുള്ള വൈറ്റമിൻസ്? അത് ഏതിൽ പെടുന്നതാണ്? വൈറ്റമിൻ B12 ആണ്, അല്ലേ? ബാക്കിയുള്ള വൈറ്റമിൻസിനേക്കാളെല്ലാം കൂടുതൽ കോംപ്ലക്സും ലാർജസ്റ്റുമാണ് വൈറ്റമിൻ B12. ഡാഷ് ഒക്കേഴ്സ് റയർലി ഇൻ ഫുഡ്സ് ഓർ ദ ഹ്യൂമൻ ബോഡി ബട്ട് ഈസ് ദ ഫോം most often used in vitamin supplements and fortified foods. ഏതാണ് സാധാരണ ഫുഡ്സിൽ റയറായിട്ടാണ് കാണുള്ളൂ? ഫോളിക് ആസിഡ്, അല്ലേ? ഫോളിക് ആസിഡ് റയറായിട്ടാണ് കാണിക്കുള്ളൂ. അതുപോലെ ഫുഡിലും. പക്ഷെ അത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഏതിലാണ്? വൈറ്റമിൻ സപ്ലിമെൻറ്റ്സിലും ഫോർട്ടിഫൈഡ് ഫുഡ്സിലാണ്. ഫോളിക് ആസിഡൊക്കെ നമുക്കറിയാം ന്യൂ ബോൺ ബേബീസ്, അല്ലേ? ഗർഭപാത്രത്തിലിരിക്കെ തന്നെ കുട്ടിയുടെ വളർച്ചയ്ക്കുമൊക്കെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ്. ഗർഭിണികൾക്കൊക്കെ കൺസെപ്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, വിച്ച് ലൈറ്റ് ഈസ് മോർ ഡിസ്ട്രക്റ്റീവ് ടു ഫുഡ് കളേഴ്സ് ആസ് കമ്പയർഡ് ടു സൺലൈറ്റ്? ഏത് ലൈറ്റാണ് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത്? നമ്മുടെ സൺലൈറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആണ്. അടുത്തത്, ദ ലെജിസ്ലേഷൻ നെയിംഡ് ഇന്റർ ആലിയ വാസ് പ്രാക്ടീസ്ഡ് ബൈ ആരാണ്? ആൻഷ്യൻ ഐറിഷുകാരാണ്. ഈ ലെജിസ്ലേഷൻ പേര് എന്താണ്? ഇന്റർ ആലിയ പ്രാക്ടീസ് ചെയ്തിരുന്നത് പണ്ടത്തെ ഐറിഷ് വർഗ്ഗക്കാരാണ്. അടുത്തത്, ഫുഡ് ലോസ് ഇൻ ഇൻഡിവിജ്വൽ കൺട്രീസ് ഓഫ് യൂറോപ്പ് were introduced for individual products during dash. ഏതാണ്? മിഡിൽ ഏജസിലല്ല, 27 BC-ലും അല്ല, 1724-ലും അല്ല. അപ്പോൾ നണ്ണാണ് ആൻസർ. അടുത്തത്, ലൈസൻസിങ് സിസ്റ്റം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡാഷ്. ഏത് വർഷമാണ് ലൈസൻസിങ് സിസ്റ്റം ആരംഭിച്ചത്? 1822.
Which of the following cannot be categorized as food additive according to Punjab Pure Food Rules? Punjab Pure Food Rulesന് അതിനനുസരിച്ചിട്ട് ഏത് ഫുഡ് അഡിക്റ്റീവ് ആണ് നമുക്ക് cannot be categorized കേട്ടോ. cannot be categorized, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. എന്തിൽ? ഫുഡ് അഡിക്റ്റീവിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്തത്. അയണും വൈറ്റമിൻ ഡി ഒക്കെ കാറ്റഗറൈസ് ചെയ്യാം. cannot be, അപ്പോൾ നോട്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഏതാണ്? CA, അതായത് കാൽഷ്യമാണ് അതിൽ പെടാത്തത്. If an additive adds to the food from its raw materials or other ingredients, this is called as dash. ഒരു അഡിക്റ്റീവ് ആഡ്സ് ടു ദ ഫുഡ് ഫ്രം ഇറ്റ്സ് റോ മെറ്റീരിയൽസ് എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ മറ്റേ ഇൻഗ്രീഡിയൻസ് എന്നാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് ഇതിലേതാ? പ്രൈമറി അഡിക്റ്റീവ് അല്ല, സെക്കൻഡറി അഡിക്റ്റീവ് അല്ല, അഡീഷണൽ അഡിക്റ്റീവ് അല്ല. അപ്പോൾ നൺ എന്നുള്ളതാണ് ആൻസർ. The additives other than permitted food additives cannot be used in foods unless dash notified by government. അത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നിടത്തോളം വരെ എന്താണ് ഈ അഡിറ്റീവ്സിനെ, പെർമിറ്റഡ് ഫുഡ് അഡിറ്റീവ്സ് അല്ലാത്തതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദ കോമൺ നെയിം ഓഫ് ഫുഡ് കളർ ഫുഡ് ബ്ലൂ വൺ ഈസ് ഡാഷ്. ഇൻഡിഗോ കാർമൈൻ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ദ കോമൺ നെയിം ഓഫ് ഫുഡ് കളർ ഫുഡ് ബ്ലൂ വൺ ഏതായിരുന്നു? ഇൻഡിഗോ കാർമൈൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നാച്ചുറൽ കളേഴ്സ് ഈസ് പെർമിറ്റഡ് ഇൻ ദ ഫുഡ്സ്? ഫുഡ്സിൽ നമുക്ക് പെർമിറ്റ് ചെയ്യാവുന്ന നാച്ചുറൽ കളേഴ്സ് സൺസെറ്റ് യെല്ലോ പറ്റുമോ? ഇല്ല. മൊണാസോ പറ്റില്ല. സാൻതീൻ, ഇതൊന്നും എന്താണ് ഫുഡിൽ പെർമിറ്റ് ചെയ്യുന്ന നാച്ചുറൽ കളേഴ്സ് അല്ല. അപ്പോൾ നൺ എന്നുള്ളതാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ പ്രിസർവേറ്റീവ്സ് ആസ് പെർ പഞ്ചാബ് പ്യുവർ ഫുഡ് റൂൾസ്? പഞ്ചാബ് പ്യുവർ ഫുഡ് റൂൾസിനെ അനുസരിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രിസർവേറ്റീവിൽ പെടുത്തുന്നത്? സോൾട്ട്, പിന്നെ ബോത്ത് എ ആൻഡ് ബി സോൾട്ടും സോഡിയം മെറ്റാബൈസൾഫേറ്റും ആണോ? അല്ല, സോഡിയം മെറ്റാബൈസൾഫേറ്റ് മാത്രമാണ് പഞ്ചാബ് പ്യുവർ ഫുഡ് റൂൾസിൽ നമുക്ക് പ്രിസർവേറ്റീവ്സിൽ പെടുത്താവുന്നത്. സോഡിയം മെറ്റാബൈസൾഫേറ്റ് മാത്രമാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ് ഇൻ മീറ്റ് പ്രൊഡക്ട്സ്? മീറ്റ് പ്രൊഡക്ട്സിൽ നമുക്ക് കനോട്ട് ബി എന്നുണ്ട് അല്ലേ, കനോട്ട് ബി യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്. ഓക്കെ, ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഏതാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തത് പ്രിസർവേറ്റീവായിട്ട്? അപ്പോൾ നോട്ട് എന്നുള്ളത് അതിനൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, കനോട്ട് ബി യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ് ഇൻ മീറ്റ് പ്രൊഡക്ട്സ് ഏതാണ്? സൾഫർ ഡയോക്സൈഡ് നമുക്ക് ഒരിക്കലും മീറ്റ് പ്രൊഡക്ട്സിൽ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം സോഡിയം ബെൻസോയേറ്റും ബെൻസോയിക് ആസിഡും എല്ലാം നമുക്ക് പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്ലേവേഴ്സ് വിച്ച് ആർ പ്രിപ്പയർഡ് കെമിക്കലി ഫ്രം അരോമാറ്റിക് റോ മെറ്റീരിയൽസ് ആർ കോൾഡ് ഡാഷ്. ഏതാണ്? നാച്ചുറൽ ഐഡൻറ്റിക്കൽ ഫ്ലേവേഴ്സ് ആണ്. നെക്സ്റ്റ്, ഫ്ലേവേഴ്സ് വിച്ച് ആർ പ്രിപ്പയർഡ് കെമിക്കലി ഫ്രം അരോമാറ്റിക് റോ മെറ്റീരിയൽസ് ആർ കോൾഡ് ഡാഷ്. അരോമാറ്റിക് റോ മെറ്റീരിയൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന കെമിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലേവേഴ്സിനെ പറയുന്നതാണ് നാച്ചുറൽ ഐഡൻറ്റിക്കൽ ഫ്ലേവേഴ്സ് എന്ന്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രോഹിബിറ്റഡ് ടു ബി യൂസ്ഡ് ആസ് സോൾവെൻറ്റ് ഇൻ ഫ്ലേവർ പ്രിപ്പറേഷൻസ്? ഫ്ലേവർ പ്രിപ്പറേഷനിൽ നമ്മൾ സോൾവെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നു, അതായത് തടഞ്ഞിരിക്കുന്നത്. ഏതാണ്? മെത്തനോളും മോണോ ഈത്തൈൽ ഈതർ, പിന്നെ ഡൈ ഈത്തൈൽ ഗ്ലൈക്കോള്. അതിലേതാണ്? മോണോ ഈത്തൈൽ ഈതറും ഡൈ എത്തിലീൻ ഗ്ലൈക്കോളും എന്താണ്? പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സോൾവെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഫ്ലേവർ പ്രിപ്പറേഷൻസിൽ. നെക്സ്റ്റ്, മോണോസോഡിയം സോൾട്ട് ഓഫ് എൽ ഗ്ലൂട്ടമിക് ആസിഡ് ഈസ് പെർമിസിബിൾ ഇൻ ഫുഡ്സ് ഇഫ് ഡിറൈവ്ഡ് ഫ്രം ഏതാണ്? വെജിറ്റബിൾ സോഴ്സസ് എന്ന് അല്ലേ. നെക്സ്റ്റ്, ഈസ്റ്റ് എക്സ്ട്രാക്ട് ഈസ് പെർമിസിബിൾ ഇൻ ഫുഡ്സ് ഇഫ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ്. ഏതാണ്? സാക്രോമൈസസ് സെർവിസി. ഓക്കെ, ഇനി അപ്പം എന്താണ്? ഈസ്റ്റ് എക്സ്ട്രാക്റ്റ് പെർമിസിബിൾ ആണ്. അത് ഏതിൽ നിന്ന് ഡിറൈവ് ചെയ്താണെന്നുണ്ടെങ്കിൽ സാക്രോമൈസസ് സെർവിസി എന്നാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, an operator whose food causes an injury to a person shall be liable for dash. ഒരു ഓപ്പറേറ്റർ അവരുടെ ഫുഡ് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്താണ്? ഇംപ്രിസൺമെൻറ്റ് ഓഫ് 3 years ആൻഡ് ഫൈൻ ഓഫ് 1 million rupees. 1 million rupees ഫൈനും അതുപോലെ തന്നെ 3 വർഷം
ജയിൽവാസത്തിനും അത് കാരണമാകും. നെക്സ്റ്റ്, ഇൻഓർഗാനിക് കളേഴ്സ് ആൻഡ് പിഗ്മെൻറ്റ്സ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഇൻ ഫുഡ്സ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ് ആണ് അല്ലേ. ഇൻഓർഗാനിക് കളേഴ്സ് ആൻഡ് പിഗ്മെൻറ്റ്സ് നമുക്ക് ഫുഡ്സിലും വെരി സ്മോൾ ക്വാണ്ടിറ്റീസിൽ ആണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. ദ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഈസ് കണ്ടീഷണലി പെർമിറ്റഡ് ഇൻ റോ ഫുഡ്സ്. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ. ആർട്ടിഫിഷ്യൽ കളേഴ്സ് റോ ഫുഡ്സിൽ എന്താണ് അധികം നമ്മൾ ഉപയോഗിക്കില്ല അല്ലേ. അടുത്തത്, പോർട്ടബിൾ വാട്ടർ കാനോട്ട് ബി യൂസ്ഡ് ആസ് ഡൈല്യൂവൻറ്റ് ഓർ ഫില്ലർ ഇൻ ഫുഡ് കളർ പ്രിപ്പറേഷൻസ്. എന്താണ്? അതും തെറ്റാണ്. എ ഹോട്ടൽ ഓർ റെസ്റ്റോറൻറ്റ് ക്യാൻ ബി രജിസ്റ്റേർഡ് ഓൺലി ഇഫ്. ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇറ്റ് കൺഫോംസ് ടു ദ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ഓഫ് ഹെൽത്ത്, ഹൈജീൻ ആൻഡ് കംഫർട്ട്. എന്താവണം? അതിൽ സാധാരണ പറഞ്ഞിട്ടുള്ള ഹെൽത്ത്, ഹൈജീൻ്റെ, കംഫർട്ടിൻ്റെ എല്ലാ കണ്ടീഷൻസ് ഉണ്ടാവണം. ഇറ്റ്സ് ബിൽഡിംഗ് ഈസ് സ്ട്രക്ചറലി സേഫ്. അതിൻ്റെ ബിൽഡിംഗ് എപ്പോഴും അതിൻ്റെ സ്ട്രക്ചർ സേഫ് ആയിരിക്കണം, മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്നതാവരുത്. ഇറ്റ് സ്റ്റാഫ് ഈസ് മെഡിക്കലി ഫിറ്റ്. അതിലത്തെ സ്റ്റാഫുകളും എന്താണ്? മാനസികമായിട്ട് അവരും ഫിറ്റായിരിക്കണം. ഓക്കെ, അങ്ങനെ അപ്പോൾ ഈ 3 കണ്ടീഷൻസും ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. നെക്സ്റ്റ്, എ ലൈസൻസ് ഗ്രാൻറ്റഡ് അണ്ടർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ആക്ട് റിമൈൻസ് ഇൻ ഫോഴ്സ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. ഒരു ലൈസൻസ് ഗ്രാൻറ്റ് ചെയ്തേക്കാണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ആക്ടിന് കീഴിൽ വന്നിട്ടുള്ളത്. അത് ഗ്രാൻറ്റ് ചെയ്തേക്കുന്നത് എത്ര കാലത്തേക്കാണത്? 1 വർഷം വരെയാണ് അതിന് വാലിഡിറ്റി ഉള്ളത്. ദ രജിസ്ട്രേഷൻ ഓഫ് എ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ക്യാൻ ബി ക്യാൻസൽഡ് ഇഫ് ഡാഷ്. ഒരു ഹോട്ടലിൻ്റെയോ റെസ്റ്റോറൻറ്റിൻ്റെയോ രജിസ്ട്രേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ഇഫ് എ ബിസിനസ് ഈസ് ഹോളി ഓർ പാർഷ്യലി ഡിസ്കണ്ടിന്യൂഡ് വിത്തൗട്ട് അപ്രൂവൽ. ഒരു അപ്രൂവൽ കിട്ടാണ്ട് നമ്മൾ ബിസിനസ് ഹോളി, അതായത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി, ഭാഗികമായിട്ടോ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് അപ്രൂവൽ ഇല്ലാണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. ദ കൺട്രോളർ ഹാസ് അതോറിറ്റി ടു ഫിക്സ് ദ സാലറീസ് ഓഫ് ദ സ്റ്റാഫ് വർക്കിംഗ് ഓൺ റെഗുലർ ബേസിസ് ഇൻ എ ഹോട്ടൽ ഓർ റെസ്റ്റോറൻറ്റ്. അല്ല, കൺട്രോളറിനാണ് അതിൻ്റെ അധികാരമുള്ളത്. എന്ത്? സാലറി, സ്റ്റാഫിൻ്റെ സാലറി ഫിക്സ് ചെയ്യാനും അവരുടെ വർക്ക് എങ്ങനെയാണ് റെഗുലർ ബേസിസിൽ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൺട്രോളറിൻ്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതാണ്. അപ്പോൾ അത് ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രോസൺ ഫ്രൂട്ട്സ് ക്യാൻ ബി റിഗാർഡഡ് ആസ് റോ ഓർ ഫ്രഷ് ഫ്രൂട്ട് ആസ് പെർ പഞ്ചാബ് പ്യുവർ ഫുഡ് റൂൾസ്. ഫ്രോസൺ ഫ്രൂട്ട്സിനെ നമുക്ക് റോ അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട് എന്ന് പെടുത്താം. ഏത് റൂൾ പ്രകാരം? പഞ്ചാബ് പ്യുവർ ഫുഡ് റൂൾസ് പ്രകാരം. അപ്പോൾ എന്താണ്? തെറ്റാണ് അല്ലേ. ഫ്രോസൺ ഫ്രൂട്ട്സിനെ അതിൽ പെടുത്തില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഗുലേഷൻസ് ഈസ് ട്രൂ ഫോർ ഫ്രൂട്ട് ജ്യൂസസ്? ഫ്രൂട്ട് ജ്യൂസസിന് താഴെ പറയുന്നതിൽ ഏതൊക്കെ റെഗുലേഷൻസ് ആണ് ട്രൂ ആയിട്ട് വരുന്നത്? ഷുഡ് ബി ഫ്രീ ഫ്രം ആർട്ടിഫിഷ്യൽ കളേഴ്സ്. അതിൽ എന്താണ്? ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഫ്രൂട്ട് ജ്യൂസസിൽ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ക്യാൻ കണ്ടെയ്ൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആഡ് ചെയ്യാൻ പാടോ? ഇല്ല. ക്യാൻ കണ്ടെയ്ൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇഫ് സേഫ് ആണെന്നാണ് ഉപയോഗിക്കാമെന്ന്. ഇല്ല, ഒരു കാരണവശാലും എന്താണ് അതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ്, ഫുഡ്സ് നോട്ട് എൽസ്വർ സ്റ്റാൻഡർഡൈസ് ഷാൽ നോട്ട് ബി ലയബിൾ ടു എനി ഓഫ് ദ റൂൾസ് ഡിസ്ക്രൈബ്ഡ് ഇൻ പഞ്ചാബ് പ്യുവർ ഫുഡ് റൂൾസ് എന്നാണ്. അത് തെറ്റാണ് അല്ലേ. അടുത്തത്, നാച്ചുറലി വാട്ടർ പ്രസൻറ്റ് ഇൻ മിൽക്ക് ഈസ് ഡാഷ്. പാലിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൽ, പ്രകൃതിദത്തമായിട്ട് പാലിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 84 to 88% ആണ്. പാസ്ചറൈസേഷൻ ഈസ് മെൻറ്റ് ഫോർ കില്ലിംഗ് ഡാഷ്. എന്തിനാണ് പാസ്ചറൈസേഷൻ? പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ തിളപ്പിക്കും, എന്നിട്ട് എന്താണ് പെട്ടെന്ന് അതിനെ ടെമ്പറേച്ചർ ലോ ആക്കും. അപ്പോൾ അതിനാണ് പാസ്ചറൈസേഷൻ എന്നൊക്കെ, അതെല്ലാവർക്കും കിട്ടുന്നതാവും. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ? എന്തിനു വേണ്ടിയിട്ടാണ്? പാത്തോജനിക് ഓർഗാനിസത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LT ട്രീറ്റ്മെൻറ്റ് മീൻസ് ഡാഷ്. 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്, അതാണ് LT ട്രീറ്റ്മെൻറ്റ്. UHT സ്റ്റാൻഡ്സ് ഫോർ അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണ്. എന്ത്? UHT, അൾട്രാ ഹൈ ടെമ്പറേച്ചർ. നാച്ചുറൽ ഷുഗർ ഇൻ മിൽക്ക് ഈസ് ഡാഷ്. ഷുഗറിൽ നാച്ചുറൽ ഷുഗർ, പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ ഷുഗറാണ് ഇത് ലാക്ടോസ്.
അസിഡിറ്റി ഓഫ് മിൽക്ക് ഈസ് ഡ്യൂ ടു ഡാഷ്. പാലിലെ അസിഡിറ്റിക്ക് കാരണം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡാണ്. നെക്സ്റ്റ്, മിൽക്ക് ഈസ് റിച്ച് സോഴ്സ് ഓഫ് ഡാഷ്. പാല് എന്തിൻ്റെ റിച്ച് സോഴ്സാണ്? കാൽഷ്യത്തിൻ്റെ സോഴ്സാണ് അല്ലേ. അടുത്തത്, ബേസിക് പേർപ്പസ് ഓഫ് മിൽക്ക്. മിൽക്കിൻ്റെ ബേസിക് പേർപ്പസ് എന്താണ്? ടു ഫീഡ് ന്യൂ ബോൺസിനെ ഫീഡ് ചെയ്യാനായിട്ടാണ് എന്ത് മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതൊരു അമ്മയായാലും കുട്ടിക്ക് പാലൂട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ചുരുത്തുന്നത് അല്ലേ. അടുത്തത്, ഡെൻസിറ്റി ഓഫ് മിൽക്ക് ഫാറ്റ് ഈസ് ഡാഷ്. മിൽക്ക് ഫാറ്റിൻ്റെ ഡെൻസിറ്റി ലെസ് ദാൻ വാട്ടർ. വെള്ളത്തിനെക്കാട്ടും ഡെൻസിറ്റി കുറവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോമോജനൈസേഷൻ ഈസ് മെന്റ് ഫോർ ഡാഷ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിൽക്ക് ഫാറ്റിനാണ് ഹോമോജനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. pH ഓഫ് ഫ്രഷ് മിൽക്ക്. ഫ്രഷ് മിൽക്കിൻ്റെ pH വാല്യൂ എത്രയാണ്? 6.5നും 6.7നും ഇടയിലാണ്. നെക്സ്റ്റ്, ഫാറ്റ് ഫ്രം മിൽക്ക് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡാഷ്. നമുക്ക് പാലിൽ നിന്നും ഫാറ്റ് വേർതിരിക്കാനായിട്ട് സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ലാക്ടോസ് ഈസ് എ ഡാഷ്. ലാക്ടോസ് എന്താണ്? ഡൈസാക്കറൈഡ് ആണ് ലാക്ടോസ്. ലോ ക്വാളിറ്റി മിൽക്ക് പ്രോട്ടീൻ വെൻ റിയാക്ട് വിത്ത് ആൽക്കഹോൾ ഇറ്റ് ഡാഷ്. ലോ ക്വാളിറ്റി മിൽക്ക് പ്രോട്ടീന് അത് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താവും? അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അടിഞ്ഞുകൂടുന്നതാണ്. നെക്സ്റ്റ്, യോഗട്ട് ഈസ് മെയ്ഡ് ബൈ ഡാഷ്. തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഫെർമെൻറ്റേഷൻ വഴിയാണ്, പുളിപ്പിക്കൽ വഴിയാണ്. നെക്സ്റ്റ്, UV ട്രീറ്റ്മെൻറ്റ് ഓഫ് മിൽക്ക്. UV ട്രീറ്റ്മെൻറ്റ് ഓഫ് മിൽക്ക് വഴി എന്താ സംഭവിക്കുന്നത്? കിൽസ് മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളെ കൊല്ലുന്നു. അടുത്തത്, സിനേഴ്സിസ് മീൻസ്. എന്താണ് സിനേഴ്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വേ സെപ്പറേറ്റ് ചെയ്യുക അല്ലേ. വേ എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഇതെന്ന് പറയുന്നത് സിനേഴ്സിസ് എന്ന് പറയുന്നത്. അടുത്തത്, ഗർബർ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഡാഷ്. ഗർബർ മെത്തേഡ് ഒരു ഫുഡിൽ ഫാറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ് അല്ലേ. അടുത്തത്, വിച്ച് വൺ ഈസ് നോട്ട് എ ഫെർമെൻറ്റഡ് ഫുഡ്. ഫെർമെൻറ്റഡ് ഫുഡിൽ പെടാത്തത്. യോഗേർട്ട് ഫെർമെൻറ്റ് ചെയ്തതാണ്. ചീസ്, ഡ്രിങ്കിങ് യോഗേർട്ട് ഇതൊക്കെ ഫെർമെൻ്റ് ആണ്. അപ്പോൾ നോട്ട്, അപ്പോൾ ആ നോട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അല്ലേ, നോട്ടിൻ്റെ അടിയിൽ വരയ്ക്കുക. അപ്പോൾ എന്താവും? മിൽക്ക് പൗഡറാണ് ഫെർമെൻറ്റ് ചെയ്യാത്തത്. യോഗേർട്ട് കൾച്ചർ കണ്ടെയ്ൻസ് ഡാഷ്. യോഗേർട്ട് കൾച്ചറിൽ എന്താണ് ഉണ്ടാവുക? സ്ട്രെപ്റ്റോകോക്കസ് ആണ് ഉണ്ടാവുന്നത്. അടുത്തത്, ഇൻ ഡയറി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രി. CIP സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ക്ലീനിങ് ഇൻ പ്ലേസ് ആണ് ഡയറി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രിയിൽ CIP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലീനിങ് ഇൻ പ്ലേസ്. Lactation in milk animal starts after calving. How many lactation cycles a cow completes in 1 year? ഒരു ഇയറിൽ ഒരു കവ് എത്ര ലാക്ടേഷൻ സൈക്കിൾ ഉണ്ടാവും? അതിന് ഒരെണ്ണം. Which of the following factor affects milk composition? മിൽക്ക് കോമ്പോസിഷനെ ബാധിക്കുന്ന ഘടകം. ആനിമൽ ഫോഡർ, ലാക്ടേഷൻ സൈക്കിൾ, ആനിമൽ ബ്രീഡ്. ഇതെല്ലാം ഇത് മൂന്നും തന്നെ അതിൻ്റെ തീറ്റയും അതിൻ്റെ ലാക്ടേഷൻ്റെ എത്ര കാലമാണ്, അതുപോലെ തന്നെ അതിൻ്റെ ബ്രീഡ് ഏതാണ്, അതൊക്കെ വെച്ചിട്ടാണ് എന്താണ് മിൽക്ക് കോമ്പോസിഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഓൾ ഓഫ് ദ അബവ് ആണ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെക്കമെൻഡഡ് ടു പ്രിസർവ് ദ മിൽക്ക്. മിൽക്കിനെ പ്രിസർവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ്? നല്ല രീതിയിൽ പാക്കിംഗ് വേണം അല്ലേ. അസെപ്റ്റിക് പാക്കിംഗ് ആണ് അതിന് ആവശ്യം. അല്ലാതെ സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റും ഒന്നും നമ്മൾ പാലിലൊന്നും ആഡ് ചെയ്യില്ല അല്ലേ. നെക്സ്റ്റ്, ഡ്യൂറിങ് സ്റ്റോറേജ് ഡ്യൂ ടു മൈക്രോബിയൽ ആക്ടിവിറ്റി pH ഓഫ് മിൽക്ക് ഡാഷ്. സ്റ്റോറേജ് ടൈമിൽ മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണം മിൽക്കിൻ്റെ pH എന്താണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത്, മിൽക്ക് ഈസ് നോട്ട് എ ഗുഡ് സോഴ്സ് ഓഫ് ഡാഷ്. മിൽക്ക് നമുക്കറിയാം എനർജി തരുന്നുണ്ട്, കാൽഷ്യം തരുന്നുണ്ട്, പക്ഷെ അത് ഒരിക്കലും അയേണിൻ്റെ സോഴ്സ് അല്ല. പാലിൽ നിന്ന് നമുക്ക് എന്താണ് അയേൺ ലഭിക്കില്ല. അപ്പം നോട്ട് എ ഗുഡ് സോഴ്സ്. ഗുഡ് സോഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയിട്ട് കാൽഷ്യം അതൊന്നും എഴുതിയേക്കരുത്. ആ നോട്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. അതിൻ്റെ അടിയിൽ വരച്ചിട്ട് വേണം ശ്രദ്ധിച്ചിട്ട് ഉത്തരം മാർക്ക് ചെയ്യാൻ. ഓക്കെ. അടുത്തത്, മിൽക്ക് ഈസ് പുവർ സോഴ്സ് ഓഫ് ഫോളോയിങ് വൈറ്റമിൻ. ഏതാണ് പുവർ സോഴ്സ് ഓഫ് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും വൈറ്റമിൻ D3 ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പുവർ സോഴ്സ് ഓഫ് വൈറ്റമിൻ B12 ആണ് മിൽക്ക്.
നെക്സ്റ്റ് സ്കിംഡ് മിൽക്ക് കണ്ടെയ്ൻസ്. സ്കിംഡ് മിൽക്കിൽ എന്താണ് ഹൈ ഫാറ്റ് ആവും. ഹൈ ഫാറ്റ് ആണോ? അല്ല, നോ ഫാറ്റ്. സ്കിംഡ് മിൽക്ക് കണ്ടെയ്ൻസ് നോ ഫാറ്റ്. കൗസ് സ്റ്റോപ്പ് മിൽക്കിങ്. കാവിങ്ങിന് മുന്നേ 30 to 60 days എന്താണ് കൗസ് മിൽക്കിങ് സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ് ഡാഷ് ഈസ് നോട്ട് മിൽക്ക് പ്രിസർവേഷൻ ടെക്നിക്. മിൽക്ക് പ്രിസർവ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലാത്തത്. ഫെർമെൻറ്റേഷൻ, അതായത് പുളിപ്പിക്കൽ ഒരിക്കലും അതല്ല. കോൺസെൻട്രേഷനും പാസ്ചറൈസേഷനും UHT ഒക്കെ എന്താണ് മിൽക്ക് പ്രിസർവേഷൻ ടെക്നിക്സ് ആണ് അല്ലേ. അപ്പോൾ അതിൽ പെടാത്തത് ഫെർമെൻറ്റേഷൻ ആണ്. നെക്സ്റ്റ് ഇഫ് വി ആഡ് ഷുഗർ ഇൻ ദ മിൽക്ക്. പാലിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഡെൻസിറ്റി വിൽ ഡാഷ്. എന്താണ് അതിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ആവാൻ കാരണവും. ഡെൻസിറ്റി ഓഫ് ബട്ടർ ഈസ് ഡാഷ് മിൽക്ക് ലെസ് ദാൻ മിൽക്ക്. മിൽക്കിനെക്കാട്ടും ഡെൻസിറ്റി കുറവാണ് ബട്ടറിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിൽക്ക് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഡാഷ്. മിൽക്ക് എന്നുള്ളത് ഗുഡ് സോഴ്സ് ഓഫ് എന്താണ് കാൽഷ്യമാണ്. കാൽഷ്യത്തിൻ്റെ ഒരു ഗുഡ് സോഴ്സ് ആണ് എന്ത് മിൽക്ക്. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഫാറ്റ് ഇൻ മിൽക്ക് ഫോംസ് ഡാഷ്. മിൽക്കിൽ ഫാറ്റ് എമൽഷൻ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നു. അടുത്തത് ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ ഫോർ യോഗേർട്ട് ഷുഡ് ബി ഡാഷ്. എത്രയാണ്? 42 degree Celsius ആണ്. നെക്സ്റ്റ് വിച്ച് ഈസ് നോട്ട് എ ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ്. ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഐസ്ക്രീം. നെക്സ്റ്റ് ചീസ് കണ്ടെയ്ൻസ് ഹൈ എമൗണ്ട് ഓഫ് ഡാഷ്. ഷുഗർ ആണോ, വേ പ്രോട്ടീൻ ആണോ, ലാക്ടോസ് ആണോ? ചീസിൽ ഹൈ എമൗണ്ട് ഓഫ് സീസിനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ഭാഗത്തിൻ്റെ നമ്മുടെ സിലബസിലുള്ള അടുത്ത ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.